ഉപ്പുതറ വളകോട് രാജഗിരി ക്രിസ്തുരാജ പള്ളിയുടെ വെഞ്ചിരിപ്പും ശ്രീനാരായണ ദുർഗാദേവി ക്ഷേത്രോത്സവവും മതമൈത്രിയുടെ സംഗമവേദിയായി മാറി. കുരിശിടി വെഞ്ചിരിപ്പിന് ശേഷം നടന്ന സ്നേഹവിരുന്നിൽ SNDP പ്രവർത്തകർ മധുരം വിളമ്പിയത് മതസൗഹാർദ്ദത്തിന്റെ മാതൃകയായി. സ്നേഹമുള്ള ഒരു സമൂഹമാണ് നാടിന്റെ സമ്പത്ത്. ഇത് നിലനിർത്തുക എന്നത് പ്രയാസകരമാണ്. എന്നാൽ ഇന്നും മതമൈത്രിയോടെ കഴിയുന്ന ഒരു ഗ്രാമം ഉപ്പുതറയിലുണ്ട്. സൂപ്പർ പവർ ആകുന്നത് ആയുധപ്പുരകളുടെ വലിപ്പത്തിലല്ല, മറിച്ച് മനസാക്ഷികളുടെ വലിപ്പത്തിലാണ്. സൂപ്പർ പവർ ഉണ്ടാകുന്നത് ബന്ധങ്ങളുടെ പുനഃപ്രതിഷ്ഠയിലൂടെയാണ്. ഒരുമിച്ച് ജീവിച്ച് വളരേണ്ടതിന് പകരം ഒറ്റയ്ക്ക് വളരാൻ ശ്രമിക്കുന്നതാണ് സമൂഹത്തിൽ ഇന്ന് കാണുന്ന എല്ലാ അപജയങ്ങൾക്കും കാരണം. ഒരുമിച്ച് നിന്നുള്ള പ്രവർത്തനം കൊണ്ട് നാടിന്റെ അഭിമാനവുമായി മാറാൻ ഓരോ കൂട്ടായ്മയ്ക്കും കഴിയും. രണ്ടു സമൂഹങ്ങൾ തമ്മിലെ വിദ്വേഷത്തെ ദുരുപയോഗം ചെയ്യുന്ന കാലത്താണ് ക്ഷേത്രത്തിലെ ഉത്സവം ഗംഭീരമാക്കാൻ ഇടവക വിശ്വാസികളും കുരിശടിയുടെ വെഞ്ചരിപ്പ് ഗംഭീരമാക്കാൻ SNDP പ്രവർത്തകരും രംഗത്തിറങ്ങിയത്. സൗഹാർദ്ദത്തിന്റെ ഒരു പ്രതീകമായി പാലക്കാവ് പ്രദേശം മാറിയിരിക്കുകയാണ്. 2 ദിവസമായി ഇവിടെ ഉത്സവം നടക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ക്രിസ്തുരാജ രാജഗിരിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച പാലക്കാവ് കുരിശടിയുടെ ആശീർവാദം നടക്കുകയാണ്. ഈ 2 സംരംഭം ഒരുമിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇന്നലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ SNDPയുടെ ക്ഷണപ്രകാരം അവിടെ എത്തുകയും സന്ദേശം നൽകുകയും ചെയ്തു. ഇന്ന് ഇവിടെ നടന്ന ആശീർവാദ കർമ്മത്തിൽ SNDPയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും പങ്കെടുക്കുകയും വളരെ വിപുലമായ രീതിയിൽ സഹകരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും പായസം വിതരണം ചെയ്യുകയും വെള്ളം വിതരണം ചെയ്യുകയും ചെയ്തു. സ്നേഹത്തോടെ വേണം ഏത് മതസ്ഥരാണെങ്കിലും ജീവിക്കാൻ. മതമല്ല അഭികാമ്യം, മനുഷ്യബന്ധങ്ങളും മൂല്യങ്ങളുമാണെന്നോ ഇവർ തെളിയിക്കുകയാണ്. ഇത് സമൂഹത്തിന് കാണിച്ചു നൽകുകയായിരുന്നു പാലക്കാവിലെ കൂട്ടായ്മ. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ കലഹിക്കുമ്പോഴാണ് 2 മതസ്ഥർ തമ്മിൽ ഒന്നായി നീങ്ങുന്നത്. ഇവരുടെ പ്രവർത്തനം കണ്ടു മനസ്സിലാക്കി എല്ലായിടത്തും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ജനിക്കട്ടെ. മാനവ സൗഹൃദ സംഭവങ്ങളുടെ വേദിയായി പാലക്കാവ് പോലെ നാടും നഗരവും മാറട്ടെ. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.